സോഫിയ ഖുറേഷി കേണൽ ഖുറേഷി ആയത് പിച്ചവെച്ച നാൾ മുതൽ വീട്ടിൽ കേട്ട രാജ്യരക്ഷാ പാഠങ്ങൾ കൊണ്ട് മാത്രമല്ല. സേവനമാണ് ദ അൾട്ടിമേറ്റ് ഡ്യൂട്ടി, സേവാ പരമോ ധർമ്മ എന്ന ആർമി ആപ്തവാക്യം കേവലാക്ഷരങ്ങൾക്കപ്പുറം പൈതൃക ചോരയിലൂടെ ഹൃദയരക്തമായതുകൊണ്ടാണ്. ആ ഹൃദയമിടിപ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി മാറ്റിവെച്ച കുടുംബത്തിന് 3-ാം തലമുറയാണ്. ആ തെമ്മാടി രാഷ്ട്രം നാണം കെട്ട് തോൽക്കാൻ നേർക്കുനേർ വന്ന 71-ലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത താജ് മുഹമ്മദ് ഖുറേഷിയുടെ പിന്മുറയാണ്. ആയുഷ്കാലങ്ങൾ രാഷ്ട്ര സേവനത്തിന് ആഹൂതി ചെയ്തൊരു കുടുംബത്തിന്റെ കനൽത്തരി ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം ഓപ്പറേഷൻ സിന്ദൂർ രാഷ്ട്രത്തോട് ക്ലാരിറ്റിയോടെ പറഞ്ഞ ഹിസ്റ്റോറിക് ഐക്കൺ കേണൽ ഖുറേഷിയെ ഒരുത്തരൊരു BJP-കാരൻ മന്ത്രിയാണ്. കൊഴുത്ത നാക്കുകൊണ്ട് ഭീകരവാദികളുടെ സഹോദരി എന്ന തെറിവാക്ക് അത് പൊറുക്കാവതല്ല. വിദ്വേഷം നാർന്ന വൃത്തികേട് പറഞ്ഞ് ദിവസം ഇത്രയായിട്ട് മാർജവം കെട്ട പാതിവന്ത വർത്താനങ്ങളല്ലാതെ ആ മന്ത്രിപ്പണി നിർത്തി വീട്ടിപ്പൊക്കോ നിർത്തറാ നിന്റെ വൃത്തികേട് എന്നൊരു പ്രതികരണം ആ പാർട്ടിയിൽ നിന്നുണ്ടാവുന്നില്ലെങ്കിൽ നേതാക്കളെ അതിർത്തി കാക്കുന്ന ഈ നാടിന്റെ സൈന്യത്തോട് നിങ്ങൾക്ക് എന്ത് റെസ്പെക്റ്റാണ്? ആന്റൺ കലാനിഷ്കോ AK-47 അറുത്തുമുറിക്കാൻ നല്ലത് മതവർഗീയതയാണെന്ന് അസീമുനിയുന്ന അമേധ്യ തലച്ചോറിന്റെ ഡിസൈൻ പൊളിച്ച് കയ്യിൽ കൊടുത്ത ജനതയുള്ള രാജ്യമാണ്. ഈ ചെവിയിൽ കേട്ടതാണ് ഒരു മുദ്രാവാക്യം, ഈ ഹിൻസാക്കോ ദേക്കർ ഖൂൻ ലക്കോലോ ഖൂൻ നഹി വോ പാനി ഹേ. ഈ അതിക്രമം കൊണ്ട് നിങ്ങളുടെ ചോര തിളയ്ക്കുന്നില്ലെങ്കിൽ അത് ചോരയല്ല വെള്ളമാണെന്ന് ആ കാശ്മീർ താഴ്വരയിൽ പ്രകമ്പനത്തോടെ മുഴുങ്ങിയതാണ് രോഷത്തിന്റെ മുദ്രാവാക്യം. വെറിപൂണ്ട് വേട്ടത്തേറ്റയിൽ ഭീകരവാദികളുടെ പോയിന്റ് ബ്ലാങ്കിൽ വെടിയേറ്റ് വീണ പിതാവിനെ കാണേണ്ടി വന്ന ആരതിയും 6 നാൾ നീണ്ട ദാമ്പത്യമൊടുവിൽ വൈധവ്യ ദുഃഖത്തിൽ ഹിമാൻഷിയും ആ നെഞ്ചുകൊത്തിപ്പറിക്കുന്ന വേദനയിലും മാനവികതയാണ് പറഞ്ഞതെങ്കിൽ അത് ഏത് വെറുപ്പിന്റെ മന്ത്രി വിചാരിച്ചാലും തകർക്കാനാവാത്ത ഈ നാടിന്റെ മണ്ണാഴത്തിൽ ആഞ്ഞുറഞ്ഞു കിടക്കുന്ന മതേതരബോധം രാഷ്ട്രമെന്ന വികാരം ആ പേവിഷം തീണ്ടിയ ഭ്രാന്തൻ കൂട്ടം വിയോഗവേദനയിലും വെറുതെ വിട്ടോ ഹിമാൻഷിയെ, വെറുതെ വിട്ടോ ആരതിയെ. ഒന്നു മാത്രം പറഞ്ഞേക്കാം, ആ താഴ്വരയിൽ കനച്ചു കിടന്ന കട്ടച്ചോരയുടെ മതം നോക്കാതെ വേദനിച്ച് ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ചേരില്ല മന്ത്രി തന്റെ വൃത്തികെട്ട പദാവലി. എന്നെ ഒന്നും ഒരുത്തരം ദേശസ്നേഹം പഠിപ്പിക്കണ്ട. എന്റെ കുടുംബത്തിലുള്ള ഒത്തിരി പേര് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരാ. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ഭയമുണ്ട്. ഈ രാജ്യത്തിലെ സൈനികർ പോലും BJP-യുടെ ഭരണത്തിൽ സുരക്ഷിതരല്ല. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പോലും നിങ്ങൾ ജീവൻ ബലിയർപ്പിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവരാണ് രാജ്യദ്രോഹികൾ. ഇവർക്ക് ഒരു രാജ്യസ്നേഹവുമില്ല. ഇവർക്ക് ഇവരുടെ അജണ്ടകൾക്ക് അപ്പുറത്ത് ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇവരെ, കപിൽ സിബൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആശയം എന്തെന്നറിയാത്തവർക്ക് ഇന്ത്യയെ ഭരിക്കാൻ പറ്റില്ല. അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ വളരെ സുവ്യക്തമായിട്ട് ഈ കാര്യമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇവരെന്താ നമ്മളോട് പറയുന്നത്? നീയൊക്കെ തീവ്രവാദികളാണ്, നീയൊക്കെ പാകിസ്ഥാനിൽ പോണം, നീയൊന്നും ആ ഇന്ത്യയിൽ നിൽക്കേണ്ടവരല്ല. ആരാടോ പറയുന്നത്? 1925 നിങ്ങളുടെ പ്രസ്ഥാനം ഉണ്ടായില്ലേ? 22 വർഷക്കാലം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നില്ലേ? നിങ്ങൾ എന്താ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത്? നിങ്ങളൊരു ചുക്കും ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയോ, ഈ നാഥുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് RSS അല്ലെന്നാണ് ഇവർ പറയുന്നത്. അല്ലെങ്കിലും RSS അല്ലെന്ന് ഇവർക്ക് എവിടെ വേണേലും പറയാം. അവർക്ക് നരേന്ദ്രമോദി RSS അല്ലെന്ന് പറയാം, അമിത്ഷാ RSS അല്ലെന്ന് പറയാം, ഈ കണ്ട ഒരാളും ഒരു കുഴപ്പം ചെയ്യുന്നവനും RSS അല്ലെന്ന് പറയാം. എന്താണെന്നറിയോ? RSS-ന് മെമ്പർഷിപ്പ് ഇല്ല. ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തൊരു സംവിധാനം RSS. അംഗത്വം കൊടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാവരും ഓരോ സേന, ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചു വിടാൻ വേണ്ടി അവർക്കൊരു സേനയുണ്ട്. പിന്നെ അവർക്ക് വംശഹത്യ നടത്താൻ വേണ്ടി ഒരു സേനയുണ്ട്. ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട അതിന്റെ പേരിൽ ആൾക്കാരെ കൊല്ലാൻ ഒരു സേനയുണ്ട്. ഇങ്ങനെ ഇവർക്ക് ഒത്തിരി സേനകളുണ്ട് എന്നുള്ളതാണ്. ആലോചിക്കണം, ഹിന്ദു സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. നരേന്ദ്ര ദബോൽക്കറിനെ വെടിവെച്ചു കൊന്നു, ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല. MM കൽബുർഗിയെ വെടിവെച്ചു കൊന്നു, ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല. ഗൗരി ലങ്കേഷിനെ വെടിവെച്ചു കൊന്നു, ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല. കൗശിക് ഭൗമികിനെ വെടിവെച്ചു കൊന്നു, ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല. ഇവരെ ആരെയും കൊന്നപ്പോൾ ഇവർക്ക് ഒരു തരത്തിലുള്ള ഹിന്ദു സ്നേഹവും ഇല്ലായിരുന്നു. UR അനന്തമൂർത്തി എന്ന് പറഞ്ഞ മനുഷ്യൻ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആയിരുന്നു. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാ. അങ്ങേര് മരണപ്പെട്ടപ്പോൾ ഇവർ ചെയ്തെന്താണെന്നറിയാവോ? ഇവര് മംഗലാപുരത്ത്, ഞാനന്ന് കർണാടകയിൽ ഉണ്ടായിരുന്നു, മംഗലാപുരത്ത് ഈ വലിപ്പത്തിലുള്ള കാവിലഡു ഉണ്ടാക്കി വിതരണം ചെയ്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നതാ ഹിന്ദു പ്രത്യയ ശാസ്ത്രം. ലോകത്തുള്ള മുഴുവൻ പേർക്കും സുഖമുണ്ടാകട്ടെ എന്ന് പറയുന്നു. വൈഷ്ണവ വലിയ ആശയങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അല്ലാതെ വൈഷ്ണവരെന്നും ശൈവജരെന്നും ഒക്കെ വേർതിട്ടിരുന്ന സംവിധാനത്തിൽ നിന്ന് ഇവർ സനാതന ധർമ്മത്തിലേക്ക് കടന്നു വന്നു. ലോകം മുഴുവൻ ഒന്നാകട്ടെ എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രചാരകരാണെന്ന് പറഞ്ഞുകൊണ്ട് RSS നടക്കുന്നത്. എന്നിട്ടാ ഇവർ ചെയ്തത്. ഒരു മനുഷ്യൻ ഏത് ശത്രു ആയിക്കോട്ടെ, ഏത് കുഴപ്പക്കാരനായിക്കോട്ടെ, നമ്മൾ ആശയപരമായി എതിർക്കുക. എന്തിനു പറയുന്നു? അമിത്ഷായോ നരേന്ദ്രമോദിയോ മരണപ്പെട്ടാൽ പോലും നമ്മൾ മോശമായിട്ട് പൊതുമധ്യത്തിൽ പറയുമോ? പറയില്ല. അതാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ. ഇവർ ചെയ്തത് അനന്തമൂർത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ ലഡു വിതരണം ചെയ്ത രാഷ്ട്രീയ ബോധമാണ് ഇവർക്കുള്ളത്. അതിന് രാഷ്ട്രീയം എന്നല്ല, അരാഷ്ട്രീയം എന്നാണ് പറയേണ്ടത്. ഇവരുടെ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നു, ഇവർ പറയുന്ന RSS കൊന്നില്ലെന്ന. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നു, RSS തന്നെ കൊന്നത്. അതിന്റെ പുറത്ത് കേസെടുത്താലും നമുക്കൊരു പ്രശ്നവും ഇല്ല. മാപ്പെഴുതിയ ചരിത്രം സവർക്കറിനാണ്, ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ മാപ്പ് പറയുകയുമില്ല.
പക്ഷേ ഗോഡ്സെ കൊന്നതിന് ശേഷം അദ്ദേഹം പുസ്തകം എഴുതി ഇങ്ങനെ വൈ ഐ കിൽഡ് ഗാന്ധി, ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു എന്ന് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരന് പറഞ്ഞു കൊടുത്തിട്ട് സഹോദരൻ ആ പുസ്തകമാക്കിയത്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഗോഡ്സെ പറയുന്നത് എന്റെ അന്ത്യാഭിലാഷം എന്താന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന നെഹ്റുവിനെയും രാജേന്ദ്ര പ്രസാദിനെയും ഗാന്ധിജിയെ കൊന്നു കളഞ്ഞു. ഗാന്ധിജിയെ അംബേദ്കറിനെയും പോലെയുള്ളവന്മാരാണ് ഈ രാജ്യത്തിൽ മതേതരത്വത്തിന് വിത്തുപാകിയിരിക്കുന്നത്. ഇവന്മാരൊന്നും ശരിയല്ല. അത് മാത്രമല്ല, ഇന്ത്യയുടെ കൊടിയും ശരിയല്ല. കാരണം ഇന്ത്യയുടെ കൊടിയും 3 കളറുണ്ട്. പച്ച മുസ്ലിമിനെയും വെള്ള ക്രൈസ്തവനെയും കാവി ഹിന്ദുവിനെയും പ്രതികരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ 3 കൊടിയുള്ള മതേതരത്വമുള്ള ഈ രാജ്യത്തിൽ എന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട അനിയ. അതുകൊണ്ട് എന്നെ ദഹിപ്പിച്ചിട്ട് എന്റെ ചിതാഭസ്മം നീ ഒരു കുടത്തിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കണം. സൂക്ഷിച്ചു വെച്ചിട്ട് എന്നാണ് ഇത് ഹിന്ദുത്വ രാജ്യമാകുന്നത് അന്ന് മാത്രമേ ദഹിപ്പിക്കാവുള്ളെന്ന് പറഞ്ഞു. ഇയാൾ ഇത് കുറെ കാലം സൂക്ഷിച്ചു വെച്ചു. അവസാനം നോക്കുമ്പോൾ ഏറ്റവും നല്ല പറ്റിയ സ്ഥലം ഈ കുഴപ്പത്തിനെല്ലാം പറ്റിയ സ്ഥലം നാഗ്പൂരാണ്. അവിടെ കൊണ്ട് RSSന്റെ കൈ കൊടുത്തു. RSS ഇപ്പോഴും നാഗ്പൂരിൽ അവരുടെ സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദി അമിത്ഷായും ഗാന്ധിജിയൊക്കെയുള്ള സ്വപ്നമാണ് ഇന്ത്യയുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് രാവിലെ പോയിട്ട് പറഞ്ഞിട്ട് വൈകിട്ട് പോയിട്ട് അവിടെ പോയി തൊഴുമ്പോൾ ഈ ചിതാഭസ്മം അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ അറിയേണ്ടതാണ്, ഹിന്ദുത്വ അജണ്ടയിലേക്ക് രാജ്യത്തെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗോഡ്സെ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് വേണ്ടിയുള്ള ചുവടുവയ്പ് കൂടിയാണ് ഇവരിത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ശ്രമിക്കുന്ന ഹിന്ദു സഹോദരങ്ങൾ അറിയേണ്ടത് ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടാണ്. ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിൽ ഒരു ബന്ധമില്ല. ഹിന്ദുത്വ എന്ന് പറയുന്ന വാക്ക് 1930 സവർക്കർ എഴുതിയ പുസ്തകത്തിൽ മാത്രമുള്ള വാക്കാ. ഇവിടെ BJP-കാരനും RSS-കാരനും വിചാരിച്ചത് കൊണ്ടോ, നിങ്ങളാരും തെക്ക് വടക്ക് പദസഞ്ചലനം നടത്തിക്കൊണ്ടോ അല്ല ഇവിടെ ഹിന്ദു സമുദായം ജീവിച്ചതും ഇവിടെ ഹിന്ദു സമുദായത്തിന് ആശയങ്ങൾ ഉണ്ടായതും. ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും അവരുടെ തത്വശാസ്ത്രങ്ങളെയും ഒന്നും അംഗീകരിച്ചിട്ടില്ല നിങ്ങൾ ഒരു കാലത്തും. നിങ്ങൾ വിവേകാനന്ദനെ പോലും അംഗീകരിച്ചിട്ടില്ലല്ലോ. വിവേകാനന്ദൻ പറഞ്ഞ എന്തായിരുന്നു? ബുദ്ധിശൂന്യന്റെ ആയുധമാണ് വർഗീയത എന്നാ പറഞ്ഞത്. വിവേകാനന്ദനെ പോയി കണ്ടിട്ട് പഴയ കുറച്ച് സന്യാസി വര്യന്മാർ വിവേകാനന്ദനെ പോയി കണ്ടിട്ട് പറഞ്ഞു, അല്ലയോ സ്വാമി, വിവേകാനന്ദൻ ചിക്കായിലൊക്കെ പോയിട്ട് വന്നതാ, അല്ലയോ സ്വാമി നമുക്ക് ഈ രാജ്യത്ത് ഗോവധ നിരോധനം നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ വിവേകാനന്ദൻ നരസിംഹത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം പറഞ്ഞ പോലെ ചന്തിയിലെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോടെയെന്നാ പറഞ്ഞത്. എന്നിട്ട് വിവേകാനന്ദ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ രാജ്യത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. അമ്മയുടെ മുലപ്പാലിന് വേണ്ടിയിട്ട് മുലകിൽ കടിക്കുമ്പോൾ അവിടെ നിന്ന് ചുടുരക്തം ഒഴുകുകയാണ്. ആ മനുഷ്യന്റെ ആ പിള്ളേരുടെ വിശപ്പ് മാറ്റിയിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള സങ്കുചിത ചിന്താഗതികളുമായി എന്നെ കൊന്ന് കാണാൻ എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ ഉള്ളവരുടെ തത്വശാസ്ത്രം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇവരുടെ അജണ്ടയെ കുറിച്ചാണ് പറയുന്നത്. ഇവർക്ക് വളരെ കൃത്യമാണ് അജണ്ട. ഇവിടെ ന്യൂ ഇയറിന് ആഘോഷം നടത്തിയാൽ, ക്രിസ്മസിന് ആഘോഷം നടത്തിയാൽ ഇവർ പറയുന്നത് ഇത് വൈദേശികമാണെന്നാ. ഇത് പിന്നെ ഇസ്ലാം മതം വൈദേശികമാണ്, ക്രൈസ്തവ മതം വൈദേശികമാണ്, ഒക്കെ സമ്മതിച്ചു. ഈ വൈദേശികമല്ല എന്ന് പറയുന്ന BJP-കാരും RSS-കാരും അറിയേണ്ടത്, നിങ്ങളുടെ നാഗ്പൂരിലെ ബ്രാഹ്മണിക്കൽ അജണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയുടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന കോട്ടകത്തളങ്ങൾ മുഴുവൻ തകർത്തെടിഞ്ഞ് അവർ കടന്നു വന്ന വഴികളിൽ മുഴുവൻ സ്ത്രീകളെ മുഴുവൻ ബലാത്കാരം ചെയ്ത് ഉന്മൂലനാശനം നടത്തി, വംശനാശം നടത്തി കടന്നു വന്ന ഹിറ്റ്ലറിന്റെ പൂർവികരായിട്ടുള്ള ആര്യന്മാരാണോ നാഗ്പൂരിലെയും RSS-ന്റെയും പൂർവികരെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവര് പോയി ഗോൾവർക്കർ എന്ന് പറയുന്ന ഒരാളുണ്ട്, നാരായൺ ഗോൾവർക്കർ. ഇയാളെ ഇവർ വിളിക്കുന്നത് ഗുരുജി എന്നാ. ഇയാൾ പോയിട്ട് എന്താ ചെയ്തെന്നറിയാവോ? ഇയാൾ ജർമ്മനിയിൽ പോയി 4 വർഷം താമസിച്ചു, ജർമ്മനിയിലെ തത്വശാസ്ത്രങ്ങൾ പഠിച്ചു. എന്നിട്ട് അദ്ദേഹം ഇവിടേക്ക് വന്നിട്ട് ഹൗ ഐ ഡിഫൈൻ ദ നാഷൻ, ഞാൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ നിർണ്ണയിക്കുന്നതെന്ന് അദ്ദേഹം പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? അതിൽ ഗോൾവർക്കർ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. ഗോൾവർക്കർ ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഹിറ്റ്ലറിനെ കണ്ടു പഠിക്കണം. ഹിറ്റ്ലർ നടത്തുന്നത് പോലെ ആര്യവൽക്കരണം ഇവിടെ നമ്മൾ നടത്തണം. ആര്യന്മാരല്ലാത്ത ആരെയും വിവാഹം കഴിക്കാൻ പാടില്ല. നമ്മുടെ സമുദായത്തിലുള്ള കുറെ പിള്ളേര് എന്ത് ചെയ്യുന്നുണ്ട്? പോയിട്ട് ജൂതന്മാരെ കല്യാണം കഴിക്കുന്നു. നോട്ട് ദ പോയിന്റ്. അന്നത്തെ കാലത്തെ നിങ്ങൾ ഈ കാലമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി. പറഞ്ഞെന്താ? നമ്മുടെ കുട്ടികൾ വേറെ സമുദായത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നത്, ഇത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഇവന്മാരെ പട്ടാളത്തിന്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ കൊണ്ടുവരാൻ പാടില്ല. ഇവരെ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് പൗരത്വം ഇല്ലാതാക്കണം. നമ്മളുടെ രക്തത്തിന്റെ വിശുദ്ധി നിലനിർത്താൻ വേണ്ടി ഇവരുമായുള്ള എല്ലാ ബന്ധങ്ങളും കച്ചവടങ്ങളും അവസാനിപ്പിക്കണം. ഇവരെ തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോകണം. അവസാനം ഇവരെ തലച്ഛേദം ചെയ്ത് ശിരച്ഛേദം ചെയ്ത് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞു. എന്താണ് അദ്ദേഹം അവിടെ എഴുതി വെച്ചത്? അത് തന്നെയാണ് ഇവിടെ വിചാരധാരയിൽ കൂടിയും ഹൗ ഐ ഡിഫൈൻ ദ നാഷനിൽ കൂടിയും അദ്ദേഹം ഗോൾവർക്കർ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഞാൻ അതാണ് പറഞ്ഞത്, ഗോൾവർക്കറിന്റെയും സവർക്കറിന്റെയും ഒക്കെ അജണ്ട ഈ രാജ്യത്ത് ഇവർ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ
ഈ കാര്യം നമ്മൾ പറയുമ്പോൾ ഇവർ പറയുന്നത് നമ്മൾ ഭീകരവാദികളാ തീവ്രവാദികളാ പാകിസ്ഥാനിൽ പോണമെന്ന്. ഞാൻ അതിൻ്റെ ഒരു ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഒത്തിരി കലാപങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ബ്രിട്ടീഷുകാരനെതിരെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒക്കെ സമരങ്ങൾ നടന്നതാണ്. പക്ഷെ ഒരു കളക്റ്റീവായിട്ടുള്ള സമരം നടക്കുന്ന 1857. 1857 താന്തിയോ തോപ്പിയും ഝാൻസി റാണിയും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയുവോ? ഇവിടുത്തെ BJP-ക്കാർക്ക് അറിയുവോ? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് അന്നത്തെ നാട്ടുരാജാക്കന്മാർ, ചക്രവർത്തിമാർ, നിങ്ങളുടെ സാമന്ത പ്രഭുക്കന്മാർ ബ്രിട്ടീഷുകാരന് വിടുപണി ചെയ്യുമ്പോൾ അതിനെ നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു. ചരിത്രമാണ്, അല്ലാതെ കെട്ടിച്ചമച്ച് പറയല്ല. ബഹദൂർ ഷാ രണ്ടാമന്റെ നേതൃത്വത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മതേതര ഭാരത് വദൻ കി ജയ് എന്ന് കവിത എഴുതിക്കൊണ്ട് മതേതര ഇന്ത്യ വിജയിക്കട്ടെ എന്ന മുദ്രാവാക്യത്തോടുകൂടി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് നയിച്ചത് അജീമുള്ള ഖാൻ എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു. അവസാനം അയാളെ ബ്രിട്ടീഷുകാരൻ പിടിച്ചുകൊണ്ടുപോയി കാല് മുതൽ തലവരെ ഇഞ്ചപ്പരുവത്തിൽ അടിച്ച് ചതച്ച് ഇസ്ലാം സമൂഹത്തിന് ഹറാമായിട്ടുള്ള പന്നുനെയ്യ് ഒഴിച്ചു കൊടുത്ത് കനലിൽ ചുട്ടരിച്ചാണ് അജീമുള്ള ഖാനെ കൊന്നുകളഞ്ഞത്. ഇന്ത്യയുടെ ചരിത്രം ഇതാണ്. അജീമുള്ള ഖാന് ശേഷം ഇങ്ങോട്ട് വന്ന 1860 കാലഘട്ടത്തിൽ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടനിന്റെ വൈസ്രോയി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമിത്ഷായും മോഡിയൊന്നുമല്ല, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയവനായിട്ട് നിന്ന ബ്രിട്ടനിന്റെ വൈസ്രോയി ആൻഡമാൻ നിക്കോബാറിൽ പോർട്ട് ബ്ലെയറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കറിയോ, ചരിത്രത്തിൽ ഒരൊറ്റ വൈസ്രോയി മാത്രമേ ബ്രിട്ടനിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. അയാളുടെ പേര് മേയോ പ്രഭു എന്നാ. മേയോ പ്രഭു ആൻഡമാനിൽ കൂടി കടന്നു വരുമ്പോൾ അവിടുത്തെ പാലത്തിന്റെ അടിയിൽ ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെ ആ മനുഷ്യൻ 4 മണിക്കൂർ അതിന്റെ അടിയിൽ വെള്ളത്തിൽ കുഴല് പിടിച്ചുകൊണ്ട് ശ്വസിച്ചു മുങ്ങാൻ കൂടിയിട്ട് നിന്നെന്ന. 4 മണിക്കൂർ നിന്നതിന് ശേഷം അയാൾ മുകളിലേക്ക് വന്നു. മേയോ പ്രഭുവിനെ കണ്ടപ്പോൾ 10-15 അടി ഉയരത്തിലുള്ള ചെറിയ പാലത്തിന്റെ മുകളിലേക്ക് ചാടിക്കേറി മേയോ പ്രഭുവിന്റെ നെഞ്ചത്തേക്ക് കടാര കുത്തി ഇറക്കിക്കൊണ്ട് മേയോ പ്രഭു എന്ന് പറഞ്ഞ ദുഷ്പ്രഭുവിനെ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് അനന്തരമുള്ള ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ മൂവ്മെന്റുകളെയും ഇല്ലാതാക്കിയ മേയോ പ്രഭുവിനെ കൊന്നുകളഞ്ഞത് ഷാഹിദ് അലി എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു. BJP-യും RSS-ഉം ചരിത്രം പഠിക്കുക തന്നെ വേണം. അഷാഖുള്ള ഖാനെ നിങ്ങൾക്കറിയുവോ? 1925 കാക്കോരി സംഭവമുണ്ട്. ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനം ഒരു വശത്ത് മിതവാദത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മിതവാദം മാത്രമേ ഈ രാജ്യത്ത് പോരാ, തീവ്രവാദം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കാക്കോരിയിൽ ബ്രിട്ടീഷുകാരന്റെ ആയുധങ്ങളും പണവുമായി വന്ന ആ തീവണ്ടിയെ കൊള്ളയടിച്ച് അവസാനം ബ്രിട്ടീഷുകാരനെ നാമാവശേഷമാക്കുന്ന പോരാട്ടത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ സ്വപ്നം കണ്ടുപോയതിന്റെ പുറത്ത് അവസാനം ആ ചെറുപ്പക്കാരെ പിടിച്ചു തൂക്കിക്കൊല്ലുമ്പോൾ അഷാഖുള്ള ഖാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തൂക്കുമരത്തിൽ മരണപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ ചരിത്രം എന്തിനു പറയുന്നു? കേരളത്തിലെ വക്കം അബ്ദുൽ ഖാദർ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ ഗാന്ധിജി ഇടം കയ്യിൽ മുത്തം കൊടുത്തത് കൊണ്ട് മൂവർണ്ണ കൊടിയന്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് കടന്നു വന്ന് 22ാമത്തെ വയസ്സിൽ ദാരിദ്ര്യം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ നാട് വിട്ടുപോയി മാലിയിൽ പോയി പിന്നീട് സിംഗപ്പൂരിൽ ചെന്നു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം പോരാട്ടത്തിൽ നിന്നു. അവസാനം ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ബ്രിട്ടീഷുകാരൻ കൊല്ലാൻ നിർത്തിയപ്പോൾ വക്കം അബ്ദുൽ ഖാദറിനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ മരണപ്പെടണം എന്നുള്ളത്? തൂക്കിക്കൊല്ലുകയാണ്, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പൊ വക്കം അബ്ദുൽ ഖാദർ പറഞ്ഞു, ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, നിങ്ങൾ ഇന്ന് എനിക്കൊപ്പം തൂക്കിക്കൊല്ലുന്ന അനന്തൻ നായരെ തൂക്കിക്കൊല്ലുന്ന അതേ കഴുമരത്തിൽ എന്നെയും തൂക്കിക്കൊല്ലണം. എടാ ചാവാലി പട്ടികളെ, ഹിന്ദുവിന്റെ രക്തം വീഴുന്നിടത്ത്, ഹിന്ദു മരണപ്പെടുന്നിടത്തുമായി മുസൽമാനും മരണപ്പെടണം. അങ്ങനെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കഴുമരത്തിലേറണമെന്ന് പറഞ്ഞ വക്കം അബ്ദുൽ ഖാദറിന്റെ പിൻഗാമികളോടാണോ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്? വക്കം അബ്ദുൽ ഖാദർ എഴുതിയ കത്തുണ്ട്, നിങ്ങൾക്ക് മ്യൂസിയത്തിൽ ചെന്നാൽ കാണാൻ പറ്റും. വക്കം അബ്ദുൽ ഖാദർ എഴുതി ഇങ്ങനെയാണ്: എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ കയ്യിൽ ഈ കത്ത് കിട്ടുമ്പോൾ ഉപ്പയുടെ മകൻ വക്കം അബ്ദുൽ ഖാദർ മരണപ്പെട്ടിട്ടുണ്ടാവും. എനിക്ക് ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, പെങ്ങന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ ചെയ്തു. ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ രക്തസാക്ഷിയാകുകയാണ്. ഇന്ന് ഞാൻ ഈ കത്തെഴുതി നാളെ പുലർക്കുന്നത് റമദാൻ മാസത്തിന്റെ 7ാം രാവ് വെള്ളിയാഴ്ചയാണ്. ഉപ്പ സുബഹ് നമസ്കാരത്തിന് പോകുന്ന സമയത്ത് ഉപ്പയുടെ മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഒന്നുണ്ട് ഉപ്പ, എന്റെ മയ്യത്ത് കാണുവാൻ അല്ലെങ്കിൽ എന്റെ കവർ കാണുവാൻ ഉപ്പായ്ക്ക് ഭാഗ്യം ലഭിച്ചാൽ അതിന്റെ മുമ്പിൽ വന്ന് നിന്ന് കണ്ണുനീര് കൊണ്ട് ഉപ്പ ഒരിക്കലും എന്റെ രക്തസാക്ഷിത്വത്തെ ഇല്ലാതാക്കരുത്. മറിച്ച് ഉപ്പ ചെയ്യേണ്ടത് എന്റെ മയ്യത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ എന്റെ കബറിന്റെ മുമ്പിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് മുദ്രാവാക്യം വിളിക്കണമെന്ന് പറഞ്ഞ വക്കം അബ്ദുൽ ഖാദറിന്റെ ചരിത്രം RSS-നും BJP-ക്കും അറിയില്ല. പക്ഷെ അത് ചരിത്ര
ഈ ഞാൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പറയും ജയ് ഹിന്ദ് എന്ന്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം ആബിദ് ഹസൻ സഫ്രാനി എന്ന് പറഞ്ഞ മുസൽമാനാണ്. ഗുലാബ് സിന്ദാബാദ്, വിപ്ലവം വിജയിക്കട്ടെ എന്ന് സുധീഷ് അണ്ണൻ ഉൾപ്പെടെയുള്ളവർ വിവാ റെവല്യൂഷൻ എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് ഹസ്രത് മുഹാനി എന്ന മനുഷ്യൻ മുസൽമാൻ 1922 വിളിച്ച മുദ്രാവാക്യ. സാരേ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എഴുതിയത്, അല്ലാതെ സാരേ ജഹാസെ അച്ഛ പാകിസ്ഥാൻ ഹമാര എന്നല്ല എഴുതിയത്. ആലോചിക്കേണ്ടതാ. ആ മുഹമ്മദ് ഇക്ബാലിന്റെ ചരിത്രം നമുക്ക് മറക്കാൻ പറ്റുമോ? എത്രയോ ചരിത്രങ്ങൾ. സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്നും കിറ്റ് ഇന്ത്യ എന്നും ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് യൂസഫ് മഹറലി എന്ന് പറഞ്ഞ മുസൽമാനാ. കിറ്റ് ഇന്ത്യ 1942 ഓഗസ്റ്റ് 9 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം പറയുമ്പോൾ അയ്യോ ബ്രിട്ടീഷുകാരെ നിങ്ങൾ ഇന്ത്യ വിട്ടു പോകല്ലേ, ഇന്ത്യ വിട്ടു പോയാൽ ന്യൂനപക്ഷക്കാരനും പിന്നോക്കക്കാരനും ദളിതനും ആദിവാസിയും ഒക്കെ ഇന്ത്യ ഭരിക്കും, അതുകൊണ്ട് വരേണ്യരായിട്ടുള്ള ആര്യന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ രാജ്ഞിക്ക് ചരിത്രം എഴുതിയ കത്തെഴുതിയ ചരിത്രം ഉണ്ടോ RSSനും BJP? നിങ്ങൾ ബ്രിട്ടീഷുകാരോട് സ്റ്റേ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ കിറ്റ് ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞ യൂസഫ് മെഹ്റലിയുടെ പിന്തുണക്കാരോടാണ് നിങ്ങൾ ഈ വെല്ലുവിളി നടത്തുന്നതെന്ന് അറിയണം. ഇനിയും പറയാനുണ്ട്. ഈ രാജ്യത്തിന്റെ ഒത്തിരി ചരിത്രങ്ങൾ. 72 വർഷം ഇന്ത്യ സ്വതന്ത്രമായി 72 വർഷത്തിലേക്ക് എത്തിവെക്കുമ്പോൾ ഇവിടുത്തെ ഒരു രാത്രിയിൽ നോട്ട് നിരോധിച്ച് കളഞ്ഞിട്ട് അവസാനം 2000 നോട്ടിൽ മംഗൾയാൻ അടിച്ചു വെക്കാൻ നരേന്ദ്രമോദിക്ക് പറ്റിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്ത്യയെ ഇവരൊക്കെ പറയുന്നത് പോലെ വർഗീയ രാഷ്ട്രമാക്കിയെങ്കിൽ പാകിസ്ഥാനിലേക്ക് നോക്കൂ. എല്ലാവരും നമ്മളോടൊക്കെ പാകിസ്ഥാനിൽ പോകാനാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും പറയുക, പാകിസ്ഥാനിൽ പോടോ, പോയിട്ട് അവിടുത്തെ ചരിത്രം പഠിക്ക്, എങ്ങനെ ആ രാജ്യം ഇപ്പോഴും തമ്മിൽ അടിച്ചുകൊണ്ട് കിടക്കുന്നെന്ന് പഠിക്കൂ. അവിടെ പറ്റിയത് മതാധിഷ്ഠിത രാഷ്ട്രമായതുകൊണ്ട് ആ രാജ്യത്തിന് വികസിക്കാൻ പറ്റാതെ പോയത്. മതാധിഷ്ഠിത രാഷ്ട്രമല്ലാതെ ഇന്ത്യയെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തോണ്ടാ 190 കോടിയാ ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ്. എനിക്ക് തോന്നുന്നു സുധീഷ് അണ്ണൊക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഇപ്പൊ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അതിന്റെ മോളിൽ വരും അല്ലേ. 190 കോടിയുടെ എഴുതപ്പെടാത്ത ബഡ്ജറ്റിൽ നിന്ന് 40 ലക്ഷം കോടിയുടെ ബഡ്ജറ്റിലേക്ക് ഈ രാജ്യം വളർന്നു വന്നത് ഈ രാജ്യത്തിന് ഭരണഘടന ഉള്ളത് കൊണ്ടാ. ഈ നിർമ്മലാ സീതാരാമൻ ഷൺമുഖം ചെട്ടിയാർ എന്ന് പറഞ്ഞ എഴുതപ്പെടാത്ത ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ധനമന്ത്രിയിൽ നിന്ന് ഇത്രയും വലിയ കെട്ടുമായിട്ട് വന്നിട്ട് നിർമ്മലാ സീതാരാമന് സ്യൂട്ട് കേസിൽ വന്ന് 40 ലക്ഷം കോടിയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റിയത് ഈ രാജ്യം വർഗീയ രാജ്യമല്ലാത്തത് കൊണ്ടാ, ഈ രാജ്യത്ത് ഭരണഘടന ഉള്ളത് കൊണ്ടാ. അല്ലാതെ ഈ രാജ്യത്ത് മനുസ്മൃതി ആയിരുന്നെങ്കിൽ മുക്കിന് ശാഖയും മുക്കിന് പദചന്തലനവും കാണുമായിരുന്നു. അല്ലാതെ എയിംസ് കാണത്തില്ല, IIT കാണത്തില്ല, 275 മുകളിൽ സർവകലാശാലകൾ കാണത്തില്ല. ഈ രാജ്യത്ത് കാർഷിക വിപ്ലവവും ധവള വിപ്ലവവും നീല വിപ്ലവവും ഒരു വിപ്ലവം ഉണ്ടാകത്തില്ലായിരുന്നു. ഈ രാജ്യം ഇന്നും മുട്ടുകാലിൽ ഇടഞ്ഞു കിടന്നേനെ. അവിടെ നിന്ന് ഈ രാജ്യം ഇങ്ങനെ എത്തിയത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്കാണ് ദേശസ്നേഹം, അല്ലാതെ മനുസ്മൃതിയുടെ പിന്തുടർച്ചക്കാർക്കല്ല ഈ രാജ്യത്ത് ദേശസ്നേഹം എന്ന് വീണ്ടും 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 പറയുവാൻ ആഗ്രഹിക്കുക. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ, പിന്നെ എപ്പോ പറയാനാ? ഇവിടെ വേഷം കണ്ട് തിരിച്ചറിയുന്ന പ്രധാനമന്ത്രി പറഞ്ഞത് കലാപകാരികളെ വേഷം കണ്ട് തിരിച്ചറിയും. കലാപകാരികളെ വേഷം കണ്ട് തിരിച്ചറിയും എന്ന് പറഞ്ഞപ്പോ പ്രധാനമന്ത്രി പ്രതിദാനം ചെയ്യുന്ന വാരണാസി മണ്ഡലത്തിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഉടുപ്പ് ഊരി കളഞ്ഞുകൊണ്ട് പൂണൂല് കാണിച്ചുകൊണ്ട്, ദാ ഇതാണോടോ പ്രധാനമന്ത്രി, വേഷം കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് കലാപകാരികളെ എന്ന് ചോദിച്ച ഈ നാടിന്റെ യുവത്വത്തിലാണ് നമ്മളുടെ പ്രതീക്ഷ. ജാമിയ ഇസ്ലാമിയയിൽ, JNUവിൽ, അലിഗട്ടിലൊക്കെ സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരിലാണ് നമ്മളുടെ പ്രതീക്ഷ. നമ്മൾ ഇതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. ഈ രാജ്യത്ത് ഞാൻ അതാ പറഞ്ഞ 1925 ഉണ്ടായി 95 വർഷക്കാലായി. നിങ്ങൾ എന്താ ഈ രാജ്യത്ത് ഉണ്ടാക്കിയത്? നിങ്ങളുടെ ആരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ നിങ്ങൾ ഒറ്റുകൊടുത്തത് പോട്ടെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ പങ്കെടുക്കാത്ത പോട്ടെ, നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നു പോകുന്ന വഴിയിൽ വരമ്പിലേക്ക് ഇറങ്ങി നിന്ന് വെള്ളത്തിൽ വീണ് ഉടുപ്പ് നനഞ്ഞ ഒരു RSSകാരന്റെ BJPക്കാരന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വേണ്ട. ഒരു സമരത്തിന് പോകുമ്പോ എന്തേലും കണ്ട് ഓടിപ്പോയിട്ട് എവിടെയെങ്കിലും തലയടിച്ച് വീണ് ഒന്ന് തല പൊട്ടിയ അല്പം ചോര പൊടിഞ്ഞ ഒരു BJPക്കാരന്റെ പേര് പറയാൻ പറ്റുമോ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ട് നമ്മളാരും പറഞ്ഞ ഇവർ വിശ്വസിക്കില്ല. പക്ഷെ സവർക്കർ എഴുതിയിട്ടുണ്ട് പുസ്തകം. സവർക്കറിന്റെ പുസ്തകം ഇങ്ങനെ 1857 ഇന്ത്യസ് ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ, 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് സവർക്കർ എഴുതിയ പുസ്തകത്തിൽ സവർക്കർ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ധീര രക്തസാക്ഷികളായ ഇന്ത്യൻ പൗരന്മാരിൽ 80% കൂടുതൽ മുസ്ലിങ്ങളാണെന്ന് എഴുതിയത് ഞങ്ങളല്ല, നിങ്ങളുടെ സവർക്കറാണ്.
ആ സവർക്കറിന്റെ ചരിത്രം കൂടി BJP RSSും പഠിക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ സഹോദരന്മാരാ, നമ്മുടെ അപ്പുറത്തൊക്കെ ഉള്ള ചേട്ടന്മാരാ, അവർ വരുമ്പോൾ നന്നായിട്ട് കസേരയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു സുലൈമാനി, ഇനി സുലൈമാനി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമാന്ന് പറയാം അല്ലേ, അപ്പൊ അങ്ങനെയാണ് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടുകൊടുത്ത് ധ്വജപ്രണാമങ്ങളൊക്കെ പറഞ്ഞ് അവരെ അവിടെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ തിരിച്ചു ചോദിക്കണം. വളരെ കൃത്യമാണ്. ഇത് ഹിന്ദു രാഷ്ട്രമാകുമെന്നും പറഞ്ഞ് സ്വപ്നം കാണുന്നവരോട് അറിയേണ്ടത്, ആ ഹിന്ദു രാഷ്ട്രത്തിൽ നമ്മളാരും പെടുന്നില്ല. ഞാൻ കറുപ്പാ, അവരുൾപ്പെടുത്തത്തില്ല. 6 അടി നീളം ഉണ്ടാകണം, വെളുത്ത നിറമായിരിക്കണം, ബ്രാഹ്മണിക്കൽ പേര് വേണം, വലതുവശത്ത് വാല് വേണം, എങ്കിലേ അവരംഗീകരിക്കൂ. അല്ലാത്ത ഒരുത്തനെ അങ്ങോട്ട് എടുക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടു കാണും ഓർഗനൈസർ. ഞാൻ ഈ പത്രങ്ങളെല്ലാം വായിക്കും, പറ്റുന്നിടത്തൊക്കെ കിട്ടുന്നിടത്തുനിന്നൊക്കെ വായിക്കും. ഭയങ്കര രസം വായിക്കാൻ. ഓർഗനൈസർ എന്നൊരു പത്രമുണ്ട്, RSSന്റെ പത്ര, മുഖപത്രം. ഓർഗനൈസർ ഇവർ പറഞ്ഞെന്താണെന്നറിയാവോ? ഇനി തൊട്ട് കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങൾ സമയം പറഞ്ഞുതരാം, ആ സമയത്ത് ബന്ധപ്പെട്ട വെളുത്ത നീളമുള്ള ആര്യ ലുക്കുള്ള കുട്ടികളുണ്ടാകുന്ന. മനസ്സിലായല്ലോ ഇവരുടെ അജണ്ട എന്താണെന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് മുദ്രാവാക്യം വിളിക്കാൻ നടക്കുന്നവർ ഓർത്തുകൊള്ളൂ, പണ്ട് ജർമ്മനിയുടെ സമര കാലഘട്ടത്തിൽ ഹ്യൂമർ എഴുതിയ കവിത തന്നെയാണ് പറയാനുള്ളത്. അവരാദ്യം തേടിച്ചെന്നത് ആരെയായിരുന്നു? കമ്മ്യൂണിസ്റ്റുകളെ ആയിരുന്നു. ഞാൻ മിണ്ടിയില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. രണ്ടാമത് തേടിച്ചെന്നത് സോഷ്യലിസ്റ്റിനെ ആയിരുന്നു. സോഷ്യലിസ്റ്റ് ആയാത്തതുകൊണ്ട് ഞാൻ അവിടെയും മിണ്ടിയില്ല. മൂന്നാമത് തേടിച്ചെന്നത് തൊഴിലാളി പ്രവർത്തകരായിരുന്നു. ഞാൻ എപ്പോഴും മിണ്ടിയില്ല, ഞാൻ തൊഴിലാളി പ്രവർത്തകനായിരുന്നില്ല. നാലാമത് അവർ തേടിച്ചെന്നത് ജൂതന്മാരെ ആയിരുന്നു. ഞാൻ മിണ്ടിയില്ല, ഞാൻ ജൂതനായിരുന്നില്ല. അവസാനം അവർ എന്നെ തേടിയെത്തിയപ്പോൾ എനിക്കായി മിണ്ടാൻ ആരുമില്ലായിരുന്നു എന്ന് പറഞ്ഞ ആ കവിത ഇന്നും പ്രസക്തമാണ്. കാരണം ഹിറ്റ്ലറിനേക്കാൾ വലിയ ഫാസിസ്റ്റാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അത് തിരിച്ചറിയുക തന്നെ വേണം. നമുക്ക് ഈ രാജ്യത്തിന് അതിജീവിച്ചേ പറ്റൂ. ഈ രാജ്യത്തിന് ഇനിയും മുമ്പോട്ട് പോയേ പറ്റൂ. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിലൊക്കെ നടക്കുന്ന പാർലമെന്റിലെ ചർച്ചകൾ എന്തൊക്കെയായിരുന്നു ആലോചിക്കണം. തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച്, വിവരാവകാശത്തെക്കുറിച്ച്, വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച്, തൊഴിൽ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ സംസാരിക്കുന്നത് മുഴുവൻ എന്താണ്? മതപരമായി ഇന്ത്യ വിഭജിക്കുന്നതിനെ കുറിച്ച് മാത്രം ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച നടക്കുന്നുവെങ്കിൽ എന്ത് ഭീകരാവസ്ഥയിലാ നമ്മൾ എവിടേക്കാണ് ഈ രാജ്യം പോകുന്നത്? അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പൗരത്വ ഭേദഗതി നിയമം നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്. ഇത് ഈ രാജ്യത്തെ വിഭജിക്കുന്ന നിയമം തന്നെയാണ്. ഈ നിയമം പ്രശ്നമാണെന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കപിൽ സിബൽ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ നിയമമന്ത്രി ഇന്ത്യൻ സുപ്രീം കോടതിയിൽ മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ വാങ്ങുന്ന ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് കപിൽ സിബൽ പറയുന്നു നിയമം പ്രശ്നമാണ്. ഡോക്ടർ ശശി തരൂർ ഇന്ന് ജീവിച്ചിരിക്കുന്നതിലെ ഏറ്റവും വലിയ വിശ്വപൗരനാണ്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച കോളേജായ സെന്റ് സ്റ്റീഫൻസിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളാ. കേംബ്രിഡ്ജിൽ നിന്ന് രണ്ടാമതൊരു ഡോക്ടറേറ്റ് എടുത്ത ആളാ. ഒരുപക്ഷെ ഇന്ത്യക്കാരനെത്തിയ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പദവിയായ UN അണ്ടർ സെക്രട്ടറി ജനറൽ ആയിട്ടിരുന്ന ആളാ. നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല അറിവുള്ള തരൂർ പറയുന്നു ഈ നിയമം പ്രശ്നമാണെന്ന്. സീതാറാം യെച്ചൂരി, ഇവിടുത്തെ നിർമ്മല സീതാരാമനേക്കാൾ സീനിയർ ആയിട്ട് JNUവിൽ പഠിച്ചതാ. സീതാറാം യെച്ചൂരി പറയുന്നു ഈ നിയമം പ്രശ്നമാണെന്ന്. ഇവിടുത്തെ മൻമോഹൻ സിംഗിനെ പോലെ, മൊണ്ടേ സിംഗ് അലിവാലിയെ പോലെ, പ്രഭാത് പട്നായിക്കിനെ പോലെ ഇവിടുത്തെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ഈ നിയമം പ്രശ്നമാ. രഘുറാം രാജൻ പറയുന്നു ഈ നിയമം പ്രശ്നമാ. അമർത്യ സെൻ എന്ന് പറഞ്ഞ നോബൽ സമ്മാന ജേതാവ് പറയുന്നു ഈ നിയമം പ്രശ്നമാ. അല്ലാതെ ഈ നിയമം പ്രശ്നം എന്ന് പറയുന്നത് എന്നെ ശ്രമിക്കുന്ന BJPക്കാരും RSSകാരും അറിയേണ്ടത്, ഈ നിയമം പ്രശ്നമാണെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണെന്ന് ഇവർ പറയുന്നത്. ഈ പറഞ്ഞ നാമധാരികളൊന്നും ഇസ്ലാം നാമധാരികളല്ല. പക്ഷെ ഡോക്ടർ ഇർഫാൻ ഹബീബ് പറയുന്നുണ്ട്, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലേലും മെഡീവിയൽ ഹിസ്റ്ററിയിൽ ഇന്ത്യയിലെ ഏറ്റവും ആധികാരികമായ പുസ്തകം എഴുതിയ ചരിത്രകാരനാ ഡോക്ടർ ഇർഫാൻ ഹബീബ് പറയുന്നു ഈ നിയമം പ്രശ്നമാ. രാമചന്ദ്ര ഗുഹ പറയുന്നു ഈ നിയമം പ്രശ്നമാണ്. ഈ നിയമം പ്രശ്നമാണെന്ന് MGS നാരായണനും റോമില താപ്പറും പറയുന്നു. ഇവരെല്ലാം പറയുന്നു ഈ നിയമം പ്രശ്നമാണ്. JNUവിലും അലിഗഡിലും ജാമിയ ഇസ്ലാമിയയിലും IITകളിലും മദ്രാസ് യൂണിവേഴ്സിറ്റിയിലും എന്തിനേറെ പറയുന്നു, നരേന്ദ്രമോദി പ്രതിദാനം ചെയ്യുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ, നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലത്തിലെ, നരേന്ദ്രമോദി പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലെ വാരണാസി സംസ്കൃത സർവകലാശാല, ഈ സർവകലാശാല ഉണ്ടായിട്ട് പിന്നെ ഒരു തവണ പോലും വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കൊടിവെക്കാൻ പറ്റാത്ത ഇടത്ത്, ABVPക്ക് അപ്പുറത്തൊരു മുദ്രാവാക്യം വിളിക്കാത്തടത്ത് നിങ്ങൾ അറിഞ്ഞു കാണും. ഈ തെരഞ്ഞെടുപ്പിൽ 7 ദിവസം മുമ്പ് നടന്ന വാരണാസിയിലെ തെരഞ്ഞെടുപ്പിൽ അടപടലെ പൊട്ടി BJP. അപ്പൊ അവിടുത്തെ ചെറുപ്പക്കാരും പറയുകയാണ് എന്താണ് ഈ നിയമം തെറ്റാണെന്ന്. ഇങ്ങനെ എല്ലാവരും ഇവർ JNU കുഴപ്പക്കാരാന്നാ പറയുന്നത്, വിവരമില്ലാത്തവരാന്നാ പറയുന്നത്. നിങ്ങൾക്കറിയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ എക്കോണമിക് സർവീസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ സുപ്രധാനമായ വകുപ്പിലെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. 50 കുട്ടികൾക്കാണ് ഇന്ത്യയിൽ ഇന്ത്യൻ എക്കോണമിക് സർവീസ് കൊടുത്തത്. അതിൽ 37 പേര് JNU പഠിക്കുന്നവരാ. ആലോചിച്ച് നോക്കണം. ആ 37 13 കുട്ടികൾക്കെതിരെ കേസുണ്ട്, രാജ്യദ്രോഹ കേസ്. ആലോചിച്ചു നോക്കൂ. ഈ കുട്ടികൾക്കൊന്നും വിവരമില്ലെന്നാ പറയുന്നത്. പിന്നെ വിവരമുള്ള ആർക്കാ? അതാണ് രസം.
ഈ വിവരം ഉണ്ടെന്ന് പറഞ്ഞ പൗരത്വ നിയമത്തെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറയുന്നവർ ആരൊക്കെയാ? നോട്ട് നിരോധിച്ചപ്പോൾ 4 ലക്ഷം കോടി രൂപ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവസാനം 4000 രൂപ പോലും തിരിച്ചു വരാതിരുന്ന യാഥാർത്ഥ്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെ 4 ലക്ഷം കോടി തിരിച്ചു വരുമെന്ന് പറഞ്ഞ ഹാൻസും ഉള്ളിയുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല, കെ സുരേന്ദ്രൻ, അയാളാണ് പറയുന്നത് ഈ നിയമത്തിന് ഒരു കുഴപ്പമില്ല എന്ന്. ചാണകത്തിൽ നിന്നും പ്ലൂട്ടോണിയം ഉണ്ടായി വരുമെന്ന് പറഞ്ഞ ഗിരിരാജ് സിംഗ് എന്ന് പറഞ്ഞ ഒരു വിവരവും ഇല്ലാത്ത, ആലോചിച്ച് നോക്കണം. ഇന്ത്യയിലെ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞാൽ ഇനി ഒത്തിരി പറയാനുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A എന്ന് പറയുന്ന നമ്മളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ സുവ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്നറിയാവോ? ഈ രാജ്യത്ത് ശാസ്ത്രബോധം വളർത്താൻ വേണ്ടി ഓരോ പൗരൻ തൊട്ട് മന്ത്രിക്ക് വരെ ഉത്തരവാദിത്വം ഉണ്ടെന്നാ. എന്നിട്ട് ഗിരിരാജ് സിംഗ് എന്ന് പറഞ്ഞ മന്ത്രി പറയാ ചാണകത്തുനിന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കും. അപ്പൊ പിന്നെ അമേരിക്കക്കാരൻ അതൊക്കെ അടച്ചുകൂട്ടിയാ പോരെ? ചാണകത്തുനിന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ പറയുക ഈ നിയമത്തിന് ഒരു കുഴപ്പമില്ല. 2000 നോട്ടിൽ എന്തുണ്ടെന്നാ പറഞ്ഞത്? 2000 നോട്ടിൽ ഒത്തിരി സാധനം ഉണ്ടെന്നാ പറഞ്ഞത്. 2000 നോട്ട് വീഡിയോ ഉണ്ട്, ചിപ്പുണ്ട്, ക്യാമറയുണ്ട്. ഇതിട്ടുകൊണ്ട് കക്കൂസി പോയാലും നരേന്ദ്രമോദി അറിയും, ഇതിട്ടുകൊണ്ട് നിങ്ങൾ മണ്ണിന്റെ അടിയിൽ പോയാലും നരേന്ദ്രമോദി അറിയും. ഞാൻ ഈ നോട്ട് നിരോധന കാലത്ത് എന്റെ സഹോദരിക്കൊപ്പം എറണാകുളത്തോട്ട് പോയപ്പോൾ ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയ പാവപ്പെട്ട കൊച്ചു ചാടി പുറത്ത് വന്നിട്ട് അവളുടെ ജീൻസിന്റെ ഉള്ളിൽ നിന്ന് 2000 നോട്ട് എടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഇതിന് വീഡിയോ കൊണ്ടെന്നാ പറയുന്നത്, ഇനി ഇത് ഇട്ടുകൊണ്ട് നമ്മൾ ബാത്റൂമിൽ കയറണമെന്ന് ചോദിച്ചു. അവസാനം സംഭവിച്ചെന്താ? അവസാനം സംഭവിച്ചത് നമ്മളെല്ലാം കണ്ടു. തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂരിൽ ഈ നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ പറഞ്ഞു. എന്താ പറഞ്ഞത്? 2 കോടി വീതം തൊഴിൽ കൊടുക്കും. 6 വർഷമായി 12 കോടി പേർക്ക് തൊഴിൽ കൊടുക്കണ്ട. ഞാനിതേ നിങ്ങളോട് പറയാം, കേന്ദ്ര സർക്കാരിന്റെ ഈ പറഞ്ഞിരിക്കുന്ന പേര് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി സംയുക്ത നടക്കുന്ന സ്ഥാപനമാണ്. നമുക്ക് പേടിയൊന്നുമില്ല, പോകുന്നെങ്കിൽ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. പക്ഷേ അവിടെ ഉൾപ്പെടെ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഇവർ മേക്ക് ഇൻ ഇന്ത്യയിൽ 12 കോടി പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവർ ആകെ കൊടുത്ത 4.5 ലക്ഷം പേർക്ക് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൽ കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മേക്ക് ഇൻ ഇന്ത്യ വിജയിക്കത്തില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? കൊടുങ്ങല്ലൂരിലുള്ള ഒരു സംഘപരിവാറിന്റെ നേതാവ് അദ്ദേഹം മേക്ക് ഇൻ ഇന്ത്യ വീട്ടിൽ നടപ്പിലാക്കി. ഒരു കമ്മട്ടം മേടിച്ചു, 2000 നോട്ട് പടപടപടപടാന്ന് അടിച്ചു. രമേശ് ചേട്ടന് കൊടുത്തു, സുരേന്ദ്രൻ ചേട്ടന് കൊടുത്തു, പിന്നെ മറ്റേ ചേട്ടന് കൊടുത്തു, ശ്രീധരൻ ചേട്ടന് കൊടുത്തു, എല്ലാ ചേട്ടന്മാർക്കും കൊടുത്തു. ഈ 2 പോകുന്ന കാണോടാ എന്ന് പറഞ്ഞുകൊണ്ട് പാവം പട്ടേലിനെ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ പട്ടേൽ എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ എൻ്റെ അപ്പൂപ്പൻ്റെ ഒക്കെ കാലം തൊട്ടേ ഞങ്ങളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്നവരാ. ഞങ്ങൾക്കൊന്നും ഇവിടെ ആരുടെ ഒരു ഉമ്മാക്കി കണ്ടാലും പേടിയില്ല. നമുക്കൊക്കെ ഇനിയും നമ്മൾ മുമ്പോട്ട് പോകും. നമ്മളെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ, ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കണം. ഇവിടെ എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന ഇർഷാദിനെയും ഷഹനാസിനെയും എനിക്ക് നാളെ ഇവിടെ നിന്നും പറഞ്ഞു വിടണമെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പറയും ഇമ്മണി പുളിക്കുമെന്നേ നമുക്ക് പറയാനുള്ളൂ, അല്ലേ? നമുക്ക് ഈ രാജ്യത്തുനിന്ന് പോകാൻ പറ്റില്ല. നമുക്ക് ഈ രാജ്യത്ത് മുമ്പോട്ട് പോകണം. ഈ രാജ്യത്ത് ഞാൻ അവിടെയാണ് അവസാനിപ്പിക്കുന്നത്. ഈ രാജ്യത്ത് എന്ത് വികസനം 6 കൊല്ലം ഉണ്ടായി? ഈ രാജ്യത്ത് ആകെ ഉണ്ടായ വികസനം ഉഴുന്നുവടയിൽ, ഞങ്ങളുടെ അപ്പുറത്തെ ശോഭനം ചേട്ടന്റെ ഉഴുന്നുവടയ്ക്ക് നടുക്കത്തെ സുഷിരം കുറച്ചുകൂടെ വലുതായിട്ടുണ്ട് ഈ 6 വർഷം കൊണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വികസനം. പിന്നെ ഇവിടുന്ന് എങ്ങാണ്ടാ വരുന്ന പുത്തൻചന്തയെന്നോ തേവലക്കരയിൽ എങ്ങാണ്ട് വരുന്ന അൽബൂരിയുണ്ട്. ആ അൽബൂരിയിലും നടുക്കത്തെ ഊട്ടയ്ക്ക് നല്ല വികസനമാണ്. അതിനപ്പുറത്തേക്ക് ഒരു വികസനവും ഈ രാജ്യത്ത് 6 കൊല്ലം കൊണ്ടുണ്ടായില്ല. നമ്മൾ ഇവരോട് പറയേണ്ട ഇത്രയേ ഉള്ളൂ, ഈ രാജ്യത്ത് നവരത്ന കമ്പനികൾ ഉണ്ടാക്കി, BPCL ഉണ്ടാക്കി, ഈ രാജ്യത്തെ വികസിപ്പിച്ചെടുത്ത, ഈ രാജ്യത്തെ ഇങ്ങനെ ആക്കിയെടുത്ത നമ്മളുടെ പൂർവ്വസൂരികൾ സ്വപ്നം കണ്ട ഈ രാജ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ രാജ്യത്തെ വിറ്റ് തുലയ്ക്കുകയാണ് ഇവർ ചെയ്യുന്നത്. BPCL വിൽക്കുന്നു, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ 1.5 ലക്ഷം കോടിയുടെ ആസ്തിയുള്ള സ്ഥാപനം ഇവർ വിൽക്കുക. കൊച്ചിയിൽ എന്താ പറയുക, നമ്മളുടെ റിഫൈനറി വിൽക്കുകയാണ്. കൊച്ചിയിലെ എയർപോർട്ടുകൾ ഉൾപ്പെടെ ഉള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ എയർപോർട്ടുകളെ ഇവർ സ്വാശ്രയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഷിപ്പ് യാർഡുകൾ സ്വാശ്രയവൽക്കരിക്കുന്നു. ഇന്ത്യയിലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിറ്റ് തുലയ്ക്കുന്ന ഇവരോട് മുഖത്ത് നോക്കി നമ്മൾ പറയും, ഈ രാജ്യത്തെ ഞങ്ങളുടെ പൂർവ്വസൂരികർ രക്തസാക്ഷികൾ ഉണ്ടാക്കിയ സ്വാതന്ത്ര്യത്തിന്റെ അനന്തരഫലമായി രാജ്യത്തെ കെട്ടുപടുത്തിയപ്പോൾ ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്ന നിങ്ങളാണോ രാജ്യദ്രോഹികൾ? നിങ്ങളാണ് രാജ്യദ്രോഹികൾ, നിങ്ങളാണ് രാജ്യദ്രോഹികൾ. ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഇവരുടെ പ്രിയപ്പെട്ട DYSP കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കാശ്മീരിൽ നിന്ന് 3 തീവ്രവാദികൾക്കൊപ്പം ഡൽഹിയിലേക്ക് വന്ന, പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തിനാണ് ദേവീന്ദർ സിംഗ് 3 തീവ്രവാദികൾക്കൊപ്പം വന്നത്? നിങ്ങൾക്കറിയാം, അഫ്സൽ ഗുരു എന്ന് പറഞ്ഞ, അഫ്സൽ ഗുരു നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അഫ്സൽ ഗുരു എന്ന് പറഞ്ഞ തീവ്രവാദിയായ മനുഷ്യൻ പറഞ്ഞത് എന്നെ അവിടെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന ദേവീന്ദർ സിംഗ് ആണെന്നാ. ദേവീന്ദർ സിംഗ് BJPക്ക് പ്രിയപ്പെട്ടതാ. കാശ്മീരിൽ മന്ത്രിസഭ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് BJP പ്രത്യേക അനുവാദം കൊടുത്തുകൊണ്ട് ദേവീന്ദർ സിംഗിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ കൊടുത്തത്. മെഡൽ കൊടുത്തതിന്റെ 3 മാസം തികയുന്നതിന് മുമ്പ് ദേവീന്ദർ സിംഗ് ഭീകരവാദികൾക്കൊപ്പം അറസ്റ്റിലായെങ്കിൽ ഞാൻ പറയുക, പുൽവാമയിൽ മരിച്ചുപോയ നമ്മുടെ 40 സൈനികരുണ്ട്.
എന്നെ ഒന്നും ഒരുത്തരം ദേശസ്നേഹം പഠിപ്പിക്കേണ്ട. എന്റെ കുടുംബത്തിലുള്ള ഒത്തിരി പേര് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരാ. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ഭയമുണ്ട്. ഈ രാജ്യത്തിലെ സൈനികർ പോലും BJP-യുടെ ഭരണത്തിൽ സുരക്ഷിതരല്ല. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പോലും നിങ്ങൾ ജീവൻ ബലിയർപ്പിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവരാണ് രാജ്യദ്രോഹികൾ. ഇവർക്ക് ഒരു രാജ്യസ്നേഹവുമില്ല. ഇവർക്ക് ഇവരുടെ അജണ്ടകൾക്ക് അപ്പുറത്ത് ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇവരെ, കപിൽ സിബൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആശയം എന്തെന്നറിയാത്തവർക്ക് ഇന്ത്യയെ ഭരിക്കാൻ പറ്റില്ല. അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇന്ന് ഈ പ്രക്ഷോഭം കൊണ്ട് അവസാനിപ്പിക്കരുത്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ചായക്കടയിലും തെരുവോരങ്ങളിലും നിരന്തരം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് നമ്മുടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കണം.